അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ധൂർത്തും അത്യാഗ്രഹിയുമായി മാറുന്ന ഇന്നത്തെ മനുഷ്യർക്ക് പിന്തുടരാൻ പറ്റുന്ന ഏറ്റവും വലിയ മാതൃകയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ലളിതമായ ജീവിതം നയിച്ച മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ് നബിയോരത്തിൽ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ വേണ്ടിയിട്ട് അവിടുത്തെ വീട്ടിലേക്ക് പോവുകയാണ്. മുത്തുനബി ആ സമയത്ത് വിശ്രമിക്കുകയാണ്. ഒരു വിരിപ്പ് പോലും വിരിക്കാതെയാണ് അവിടുന്ന് കിടക്കുന്നത്. ഒരു ഈത്തപ്പനയുടെ കഷ്ണം കൊണ്ട് നിർമ്മിച്ച തലയണയിലായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തല വെച്ചിരുന്നത്. ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു മുത്തുനബിയോട് ചോദിക്കുന്നുണ്ട്, നബിയെ, പേർഷ്യയിലെയും റോമിലെയൊക്കെ രാജാക്കന്മാർ എത്ര സുഖാഡംബരമായ ജീവിതമാണ് അവർ നയിക്കുന്നത്. പലരും അള്ളാഹുവിനെ ആരാധിക്കാത്തവരാണ്. എല്ലാവിധ രാജകീയ പ്രൗഢിയോടുകൂടെ കൊട്ടാരങ്ങളിലൊക്കെ താമസിക്കുന്നവരാണ് അവർ. അങ്ങ് അള്ളാഹുവിനോട് ഒന്ന് ദുആ ചെയ്ത് കഴിഞ്ഞാൽ ചെറിയൊരു സാമ്പത്തിക വിശാലത നമുക്കും കിട്ടില്ലേ എന്ന് ഉമർ റളിയല്ലാഹു അൻഹു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഉമറേ, നീയും ഇങ്ങനെയാണോ എന്നെക്കുറിച്ച് ധരിച്ചിരിക്കുന്നത്? അവരൊക്കെ ദുന്യാവിൽ മതിമറന്ന് ജീവിക്കുന്നവരാണ്. ഞാൻ ആഖിറത്തിന് വേണ്ടി പരിശ്രമിക്കുന്നവരാണ്. അവർക്ക് ദുന്യാവിൽ അല്ലാഹു തആല വലിയ സുഖാഡംബരങ്ങൾ നൽകിയെന്ന് കരുതി അവരൊക്കെ ആഖിറത്തിൽ ആ രൂപത്തിലായിരിക്കും എന്ന് നീ വിചാരിക്കരുത്. ആഖിറത്തിൽ പരാജിതരായിരിക്കും അവരൊക്കെ. എനിക്ക് ആഖിറത്തിൽ വിജയിക്കുകയാണ് വേണ്ടത് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. നോക്കൂ നിങ്ങൾ, ഈ ഒരു ചിന്തയിൽ അധിഷ്ഠിതമായ ജീവിതമായിരുന്നു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നയിച്ചിരുന്നത്. അതുപോലെ തന്നെ മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഒരിക്കൽ പറയുന്നുണ്ട്, അൻസാരികളിൽപ്പെട്ട ഒരു സ്ത്രീ ഒരിക്കൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് രോമത്താൽ മെനഞ്ഞെടുത്ത രോമം നിറച്ച ഒരു കിടക്ക സമ്മാനിക്കുന്നുണ്ട്. ശേഷം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആയിഷ, നീ ഇത് ആ സ്ത്രീക്ക് തന്നെ കൊണ്ടുപോയി കൊടുക്കണം. അള്ളാഹു ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ എനിക്ക് സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും ഒക്കെ മലകൾ തന്നെ തരാൻ സാധിക്കും. പക്ഷേ ഞാനത് ആഗ്രഹിക്കുന്നില്ല. ഇതായിരുന്നു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം. അത്രയും ലളിതമായ ജീവിതമായിരുന്നു നയിച്ചിരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു മാതൃക പിൻപറ്റി ലളിതമായ ജീവിതം നയിക്കാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഓർമ്മപ്പെടുത്തി വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.